അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അപരിഷ്കൃത മതമാണെന്ന് പറയുന്ന യുവതയോട്, ഈ നിയമങ്ങളെ മാറ്റിയെഴുതണമെന്ന് പറയുന്നവരോട്, സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ചെറുപ്പക്കാരി സഹോദരി പെണ്ണു ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിയെഴുതണമത്രേ. 20 വയസ്സ് പോലും പ്രായമില്ലാത്ത തട്ടമിട്ട മുസ്ലിം പെൺകുട്ടി, അള്ളാഹുവേ, നോക്കിയാൽ ദീനുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടി വന്ന് നിന്നിട്ട് പറയുന്നു, ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിയെഴുതണമെന്ന്. ഏത് നിയമത്തെയാണ് പെങ്ങളെ മാറ്റിയെഴുതേണ്ടത്? വലാ തഖുല്ലഹുമാ ഉഫിൻ, ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന നിയമത്തെയാണോ മാറ്റിയെഴുതേണ്ടത്? വലാ തുകബ്ബിഹു, 18 വയസ്സോ 20 വയസ്സോ പ്രായമുള്ളപ്പോൾ നീ മഹർ കൊടുത്ത് നിന്റെ കൂടെ കൂട്ടിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തെറി വിളിക്കല്ലോ, അവളുടെ മുഖത്ത് നീ അടിക്കരുത്, അവളെ നീ സങ്കടപ്പെടുത്തരുത് എന്ന ഇസ്ലാമിക നിയമത്തെയാണോ മാറ്റിയെഴുതേണ്ടത്? വലാ തഖറബുസ്സിനാ, അവിഹിതവുമായിട്ട് നീ കഴിഞ്ഞുകൂടരുത്, അന്യ പെണ്ണിന്റെ കടപ്പുറ തേടി നീ കടന്നു പോകരുത്, ലൈംഗിക തൊഴിൽ നീ സ്വീകരിക്കരുത്, വ്യഭിചരിക്കാൻ നീ കടന്നു പോകരുത് എന്ന ഇസ്ലാമിക നിയമത്തെയാണോ മാറ്റിയെഴുതേണ്ടത്? വലാ തഅകുലുർ റിബാ, പലിശ കൊടുക്കരുത്, കൊടുത്ത പലിശയിൽ നിന്നും ലാഭം പറ്റിയിട്ട് പലിശ പണം കൊണ്ട് നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും നീ ഭക്ഷണം മേടിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീ നരകത്തിലാണെന്ന് പറഞ്ഞ ഇസ്ലാമിക അധ്യാപനത്തെയാണോ മാറ്റിയെഴുതേണ്ടത്? വലാ തഅകുലൂ അംവാലൽ യതീം, അനാഥ മക്കളെ വേദനിപ്പിക്കരുത്. അവർക്ക് വേണ്ടി നാട്ടിലിറങ്ങി പിരിച്ചിട്ട് ആ പിരിവിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തിന്നരുതെന്ന ഇസ്ലാമിക അധ്യാപനത്തെയാണോ മാറ്റിയെഴുതേണ്ടത്? സമൂഹത്തിലെ ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട പാവപ്പെട്ട വിധവകളായ പെണ്ണുങ്ങള്, ആ പെണ്ണുങ്ങളെ സഹായിക്കണം, അവർക്ക് വേണ്ട ഭക്ഷണം മേടിച്ചു കൊടുക്കണം. നിന്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. വിധവകളെ സഹായിച്ചു കഴിഞ്ഞാൽ മാസാമാസം അവരുടെ വീട്ടിലോട്ട് വേണ്ട ഭക്ഷണ സാമഗ്രികള്, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ് എന്ന ഇസ്ലാമിക അധ്യാപനത്തെയാണോ മാറ്റിയെഴുതേണ്ടത്? അല്ലാഹുവേ, ദീനിനെ കളിയാക്കുന്ന സഹോദരങ്ങളോട്, പഴഞ്ചൻ മതമാണെന്ന് പറയുന്നവരോട്, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ എന്റെ ചെറുപ്പക്കാരോട്, മോനെ, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ? ആ ദീനിനെ കുറിച്ച് നീ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ?